റിയൽ മാഡ്രിഡ് ഇത് എന്തുദ്ദേശിച്ചിട്ടാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും വേൾഡ് കപ്പ് തുടങ്ങാൻ ഇത് ഇച്ചിരി സമയം മാത്രമുള്ളൂ. അപ്പോഴേക്കും ഈ പറയുന്ന പോലെ തന്നെ റിയൽ മാഡ്രിഡിന്റെ ഇലക്ഷന്റെ ഭാഗമായിട്ട് വാങ്ങിക്കും, കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന സൈനിങ്ങുകളൊക്കെയാണ് നടക്കാൻ പോണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. അജാതി കാര്യങ്ങളൊക്കെയാണ് എന്തായാലും റിയലിനെ ചുറ്റിപ്പറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ റൂമേഴ്സാണ്, പക്ഷെ ഇതിനകത്ത് എന്തായാലും ഏറെക്കുറെയും 70-80% നടക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കാര്യപരിപാടി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡ് അത് പറഞ്ഞിങ്ങനെ ശീലമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റിയൽ മാഡ്രിഡ് ഫാൻസിന് എനിക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്തൊക്കെയാണ് ഈ ഇലക്ഷനിൽ ആരൊക്കെയാണ് കാൻഡിഡേറ്റ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കുറേ റിയൽ മാഡ്രിഡ് ഫാൻസിന് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ വന്നേക്കുന്നത് എന്നുള്ളത്. അതായത് 2025 ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഇലക്ഷൻ വെച്ചിട്ട് 2029 വരേക്കും ആർക്ക് പോവാമായിരുന്നു? ഫ്ലോറന്റീനോ പെരസിന് പോവാമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ 2 വർഷം ട്രോഫിലെസ് ആവുന്നു. ആൻഡ് ക്ലബിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സ്റ്റേഡിയത്തിലായാലും ഫാൻസിനിടയിലായാലും പെരസ് പോണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വരുന്നു. ആൻഡ് ഇതൊന്നും റിയൽ മാഡ്രിഡിനെ പോലത്തെ ഒരു ക്ലബ്ബിൽ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണെന്നൊന്നും വിചാരിക്കരുത്. പക്ഷെ എന്നാലും പെരസ് ഇസ് ലൈക്ക് എ മാൻ വിത്ത് എ ലോട്ട് ഓഫ് ഈഗോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ മാത്രമല്ല, ആറ്റിറ്റ്യൂഡിൻ്റെ അച്ഛനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അടിക്കുന്ന തഗ് തന്നെയാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ഷനിലൂടെ പുറത്താക്കിക്കോളൂ എന്നുള്ള സാധനം പറഞ്ഞ് എന്തായാലും ഇലക്ഷൻ വിളിച്ചിരിക്കുകയാണ്. ഈ 7-ാം തീയതി, നാളെ കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഇലക്ഷനിൽ ആര് ജയിച്ചാലും തോറ്റാലും പെരസ് തന്നെ ജയിക്കാനാണ് സാധ്യത. പക്ഷെ എന്നാൽ പോലും ഇതിനിടയിൽ വരുന്ന റൂമേഴ്സ് എന്ന് പറയുന്നത് ഓരോ ബാഴ്സലോണ ആരാധകനെ, എന്നെ അടക്കം, ഉറക്കം കളയിപ്പിക്കുന്ന സാധനമാണെന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു പശ്ചാത്തലവും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് വാസ്തവമായിട്ട് തന്നെ പറയണമല്ലോ. ബാഴ്സ ഈ പറയുന്ന പോലെ 1:1 റേഷ്യോയിലേക്ക് തിരിച്ചു വരുന്നു. സോ സൈനിങ്ങുകൾ നടത്താം, ബിഗ് സൈനിങ്ങുകളിലേക്ക് വരുന്നു. ആന്റണി ഗോർഡനെ നമ്മൾ വാങ്ങുന്നു. ഇനിയും കുറച്ച് സൈനിങ്ങളൊക്കെ വരുമെന്ന് പറയുന്നു. ഹൂലിയൻ അൽവാരസിനെ പോലത്തെ താരങ്ങളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോഴും ഹൂലിൻ്റെ ക്യാമ്പുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് എസ്പെഷ്യലി ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണ്. എവിടെ? ബാഴ്സലോണയുടെ എന്തൊക്കെ പറഞ്ഞാലും റൈവൽ ക്ലബ്ബായിട്ടുള്ള റിയൽ മാഡ്രിഡിൽ. സോ എസ്പെഷ്യലി ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബിന് 2 വർഷമാണ് ഈ പറയുന്ന പോലെ ട്രോഫി ഇല്ലാതിരുന്നത്. അതും ഇവർ പ്ലേയേഴ്സിനെ കൊണ്ടുവരാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ സംഭവങ്ങൾ കൊണ്ടൊന്നുമല്ല. ലോകത്ത് പ്രൂവ് ചെയ്ത ഒരു കോച്ചിനെ കൊണ്ടുവന്നു, ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള എംബാപ്പയെ കൊണ്ടുവന്നു. അങ്ങനെ പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് റയൽ പോകുന്നു. സോ സ്വാഭാവികമായിട്ടും പ്രസിഡൻ്റായിട്ടുള്ള പെരസിന് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എടുത്തു വെച്ചിട്ടുള്ള ഈ ഇലക്ഷൻ്റെ സമയത്ത് ബാഴ്സയുടെ ഒടുക്കത്തെ സൈനിങ്ങുകൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെക്ക് വെക്കാതെ റയലിന് ഇരിക്കാതിരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും 2 കാൻഡിഡേറ്റ്സിൻ്റെയും സാധനങ്ങൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു പോകണം കേട്ടോ. ഇതിൽ ആര് ജയിച്ചാലും ഏർലിംഗ് ഹാലൻഡ് മുതൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ബയൺ മ്യൂണിക്കിന് വേണ്ടി ദ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒലീസെ അടക്കം റയലിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പെരസിൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒലീസെ ആയിരിക്കാം. ആ 150 മില്യൺ വരെ വേണമെങ്കിൽ ഞാൻ കൊടുത്തിട്ട്, ആ 150 ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുവരേക്കും റയലിൻ്റെ ചരിത്രത്തിൽ 150 മില്യൺ കൊടുത്ത ഒരു താരത്തെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കുകയാണ് റയൽ. കാരണം അതിനകത്ത് മറ്റ് പേരുകളായിട്ട് പോകുന്നത് നമ്മുടെ അവൻ്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ ഫോട്ടോ വെക്കാം. ഇവനെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഇവൻ്റെ പേര് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ PSG മിഡിൽ കളിക്കുന്ന വിറ്റീനയും അതുപോലെ തന്നെ ജോനോസ് ആയാലും അവരെ 2 പേരെയും അതിലാരെങ്കിലും ഒരാളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ പറയുന്നു. അങ്ങനെ ഇപ്പം അതിനകത്ത് കൺഫേം ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ലിവർപൂളിൻ്റെ കൊനാറ്റ കൺഫേമായി. ഇനിയിപ്പോൾ ഇലക്ഷൻ ഒന്ന് കഴിയുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ബാക്കിയായിട്ടിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേരും നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇന്റർ മിലാനിൽ നിന്നും ബാഴ്സ ഒട്ടും ആഗ്രഹിക്കാത്ത ഡംഫ്രൈൻസും വരാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്ക് കൺഫർമേഷൻസ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഏകദേശം
എന്താ പറയുക ആ ഇരിക്കുന്ന സാധനമാണ്. പക്ഷെ ഇപ്പുറത്ത് വരാൻ പോണ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ട് ഞെട്ടുന്നത്. അതായത് 150 മില്യൺ കൊടുത്ത് ഇതുപോലെ കൊണ്ടുവരാൻ നിൽക്കുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ഇതിന് വലിയൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാഴ്സയുടെ സൈനിങ്ങുകളും കൂടെ റയലിന് ഇതിനകത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാഴ്സ ഈ പറയുന്ന പോലെ ആന്റണി ഗോർഡനെ വെച്ചിട്ട് നമ്മളെ ഒന്ന് അത്ഭുതപ്പെടുത്തിയെങ്കിൽ ആ അത്ഭുതത്തിനൊന്നും വലിയ ആയുസ് കൊടുക്കാതെ ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ മേളിലേക്ക് ചെക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പം നിലവിൽ. ഈ പറയുന്ന പോലെ തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സൊക്കെ. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആശ്വസിക്കാൻ പറയാം. ഇതൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാവരും പല പല കാര്യങ്ങളും പറയുമല്ലോ, ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയാലല്ലേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്കൊക്കെ ആശ്വസിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പെരസിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, പുള്ളിക്ക് ഈഗോ അടിച്ചാൽ, പുള്ളി കൊണ്ടുവരണമെന്ന് ഒരാളെ വിചാരിച്ചാൽ പുള്ളി കൊണ്ടുവന്നിരിക്കും. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് ഇനി ലാലീഗയിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്, ആരൊക്കെയായിരിക്കും ലാലീഗയിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്നും കൂടെ ഓർമ്മിച്ചുകൊണ്ട് ചിൽ കുപ്പി ചിൽ.